ഉത്തർപ്രദേശിലെ മധുരയിൽ സണ്ണി ലിയോൺ പങ്കെടുക്കുന്ന പുതുവത്സരാഘോഷം റദ്ദാക്കി. സന്യാസിമാരുടെയും മതസംഘടനകളുടെയും പ്രതിഷേധത്തിന് പിന്നാലെയാണ് നടപടി. സന്യാസിമാർ ജില്ലാ മജിസ്ട്രേറ്റിന് പരാതി നൽകുകയായിരുന്നു. പുണ്യനഗരമായ മധുരയിൽ ഇത്തരമൊരു പരിപാടി പാടില്ല എന്നാണ് നിലപാട്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, പുണ്യനഗരം സുഹൃത്തുക്കളെ, പുണ്യനഗരത്തില് നമ്മുടെ സണ്ണി ലിയോൺ വന്ന് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. മധുരയിലാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ന്യൂ ഇയർ ആണല്ലോ നാളെ, മറ്റന്നാള്. അപ്പൊ അതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് സണ്ണി ലിയോൺ, ഇനിയിപ്പോ സണ്ണി ലിയോൺ ആരാണ് എന്നറിയാത്തവർക്ക് അവരൊരു പോൺ ആർട്ടിസ്റ്റാണ്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു പോൺ ആർട്ടിസ്റ്റാണ്. ഒരുപാട് ഹിന്ദി സിനിമകളും ഈവൻ മലയാളത്തിലടക്കം ഇവർ അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെ പോൺ ചിത്രങ്ങളിലൂടെയും പോൺ വീഡിയോയിലൂടെയാണ് പ്രസിദ്ധരായത്. ഒരുപക്ഷെ മലയാളികളെന്ന് വേണ്ട, നമ്മുടെ ഇന്ത്യയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ആർട്ടിസ്റ്റാണ് നമ്മുടെ സണ്ണി ലിയോൺ എന്ന് പറയുന്നത്. കൊച്ചിയിൽ എങ്ങാണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സണ്ണി ലിയോൺ വന്നപ്പോൾ ഒരു KSRTC ബസ്സിൽ നിന്ന് പോലും ഏതോ ഒരു ആള് തലയിട്ട് അവരൊരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജിജ്ഞാസ നമ്മളെല്ലാവരും കണ്ടതാണ്. അത്രയ്ക്കധികം ബ്ലോക്ക് വേറൊരു ആൾ വന്നപ്പോഴും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. എന്തായാലും സണ്ണി ലിയോൺ ഇപ്പോഴാ വീണ്ടും കൂടുതൽ ഒരു പ്രസക്തിയിലേക്ക് എത്തുകയാണെന്നൊക്കെ പറയേണ്ടി വരും. കാരണം സണ്ണി ലിയോൺ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നിട്ട് ആ ഒരു പുണ്യനഗരമായിട്ടുള്ള മധുരയിൽ, അവരങ്ങനെയാണ് പറയുന്നത് കേട്ടോ, പുണ്യനഗരമായിട്ടുള്ള മധുരയിൽ സണ്ണി ലിയോൺ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുമെന്നാണ് സന്യാസിമാരും ഈ മത നേതാക്കളും പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സണ്ണി ലിയോനെ ഒന്ന് അകലെ നിന്ന് കണ്ടാൽ പോലും ഉദ്ധരിക്കുന്ന അവസ്ഥകളിലാണ്, അല്ലെങ്കിൽ ഇളകുന്ന അവസ്ഥയിലാണ്. അവരെ സന്യാസിമാരെന്നൊക്കെ പറയുന്ന സർവ്വതും ത്യജിച്ച, ഒരു തരത്തിലും ഒന്നിലേക്കും ഒരു ആകൃഷ്ടരാവാതെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സന്യാസിമാർ എന്നാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ സന്യാസിമാർക്കും അവിടെയുള്ള ഏത് മതനേതാക്കളായാലും ആ മതനേതാക്കളെയും ഒരു വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള നല്ല പോൺ ആർട്ടിസ്റ്റുകളെ ഒന്ന് നേരിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഇളകും എന്നുള്ളതാണ്. ആ ഇളക്കത്തിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ സന്യാസ സമൂഹം, അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്ന പട്ടം പോലും ഒരുപക്ഷെ ഊരിത്തിരിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അവർ പറയുന്നത് ഈ സണ്ണി ലിയോനെ അവിടേക്ക് കാണാൻ പാടില്ല എന്നതാണ്. എനിക്ക് മനസ്സിലാവാത്ത രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് സണ്ണി ലിയോനെ ഇവർ മനസ്സിലാക്കിയത്? ഈ എന്താ പറയുക, മതനേതാക്കളും ഒപ്പം തന്നെ അവിടുത്തെ സന്യാസിമാരും ഈ സണ്ണി ലിയോനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അവർ പോൺ ആർട്ടിസ്റ്റാന്ന് ഇവരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? യുവന്മാർ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചോദിച്ചു വെച്ചിട്ട് ആരും എൻ്റെ അഞ്ചത്തേക്ക് വരണ്ട കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞു, ആരും എൻ്റെ ലിങ്കും ചോദിച്ചു വരണ്ട, ഞാനത് ആർക്കും അയച്ചു തരത്തില്ല. എന്തെങ്കിലും ഇവരിതൊക്കെ കണ്ടിട്ടുണ്ട്. ആരാണ് ഈ സണ്ണി ലിയോൺ എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരത് കാണുകയും ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ധരിക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ ചെയ്തൊരു കുറ്റം, നമ്മളൊരു തെറ്റ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ ആ തെറ്റ് വേറൊരാളും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഉപദേശം എന്ന് പറഞ്ഞ പരിപാടി നടക്കുക. അങ്ങനത്തെ ഒരു ഉപദേശമാണോ ഇപ്പോൾ മധുരയിൽ നടക്കുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നൊരു വാർത്ത കേൾക്കാം. മധുരയിൽ പുതുവത്സരാഘോഷം വേണ്ട എന്നാണോ, സണ്ണി ലിയോൺ വരരുത് എന്നാണോ പരിപാടി തന്നെ റദ്ദാക്കിയിരിക്കുന്നത്? സണ്ണി ലിയോന്റെ പരിപാടി പുതുവർഷ ദിനത്തിൽ ഒരു പ്രമുഖ സ്വകാര്യ ഹോട്ടലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. വൈകിട്ട് 8 മുതൽ അർദ്ധരാത്രി വരെയാണ് ഈ പരിപാടി സമയം അടക്കം പറഞ്ഞത്. എന്നാൽ അതിനു പിന്നാലെ സന്യാസി സമൂഹം ഇതിനെതിരെ വലിയ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരികയാണ്. മധുര എന്ന് പറയുന്നത് ഒരു പുണ്യഭൂമിയാണ്, ഇവിടെ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ ഒരു നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ മജിസ്ട്രേറ്റിന് അടക്കം പരാതി നൽകുകയും പിന്നീട് വലിയ പ്രതിഷേധമായി മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് സന്യാസി സമൂഹത്തിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഈ വിഷയത്തിൽ ഉയരുകയും. അപ്പോൾ സ്വാഭാവികമായിട്ടും സന്യാസ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാകുമ്പോൾ സണ്ണി ലിയോൺ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ എന്തൊക്കെയോ ഇളകും എന്നുള്ളതുകൊണ്ടാണ്. UP-യിലാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് മധുര മീനാക്ഷി ക്ഷേത്രം തമിഴ്നാട്ടിലാണെന്നൊക്കെ വിചാരിച്ച് ഞാൻ വെറുതെ അവരെ കുറ്റം പറഞ്ഞു മനസ്സിൽ. വേണ്ട, UP-യിലാണ്. ഇപ്പോൾ ഒരു കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. UP-യിൽ ഇവരതൊക്കെ കണ്ട് ആസ്വദിക്കുകയും അപ്പം തന്നെ ഇവരെ കാണാൻ പാടില്ല, നേരിട്ട് കാണാൻ പാടില്ല, ഒരു പ്രോഗ്രാമിന് വരാൻ പാടില്ല. എന്തായാലും മധുരയിലേക്ക് സണ്ണി ലിയോൺ പ്രവേശിക്കുന്നത് വിലക്കിയിരിക്കുന്നു. ഇതിനെ ഞാൻ കാണുന്നത് ഒരു പോൺ ആർട്ടിസ്റ്റിനെ വിലക്കി എന്ന രീതിയിൽ മാത്രമല്ല കേട്ടോ. ഒരു പുതുവർഷം തുടങ്ങുന്ന സമയത്ത് സണ്ണി ലിയോൺ എന്ന് പറയുന്ന, തീർച്ചയായിട്ടും ഒരു ഹിന്ദു മതവുമായി ചേർന്ന് നിൽക്കാത്ത ആ ഒരു സ്ത്രീയെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു മതസ്ഥയാണ്. അപ്പം മറ്റു മതസ്ഥയുടെ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സോക്കോൾഡ് ഹിന്ദുക്കളാരും പുതുവത്സരവുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്ന തീരുമാനമായിരിക്കാം ഇതിൻ്റെ പുറകിലെന്ന് നമ്മൾ ചെറുതായിട്ടെങ്കിലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.
അല്ലാതെ ഈ സണ്ണി ലിയോൺ ഇവരൊന്നും വീട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. സണ്ണി ലിയോൺ ഈ സന്യാസിമാരൊക്കെ മൊബൈലിലേക്ക് വന്നിട്ട് എൻ്റെ വീഡിയോ കാണൂ എന്ന് അവരെ നിർബന്ധിക്കുകയോ മറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള സംഗതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും UP-യിലെ മധുരയിലത്തെ പരിപാടി തന്നെ റദ്ദാക്കിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു പരിപാടി അവിടെ ഇല്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. സ്വാഭാവികമായിട്ട് ഇനി സംഭവിക്കാൻ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലേക്ക് ഒരു പക്ഷേ ഇനി ആരെങ്കിലും നമ്മുടെ സണ്ണി ലിയോനെ ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. അത് ശരി, UP-ക്കാരെ നിങ്ങളെ അവഗണിച്ചോ, നിങ്ങളുടെ പോരെ കേരളത്തിലേക്ക് പോരെ, കേരളത്തിലെ നമ്മുടെ കൊച്ചിയിൽ നടക്കുന്ന ആ ഒരു പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്തോളൂ എന്നൊക്കെ രീതിയിലൊക്കെ ഒരു പക്ഷേ കൊച്ചിയിലേക്ക് ക്ഷണിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നാളൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പരിപാടി എന്താണെങ്കിലും റദ്ദാക്കിയിരിക്കുന്നത്. ഹോട്ടൽ ഉടമ തന്നെയാണ് ഇപ്പോൾ ഈ പരിപാടി റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുകയും ചെയ്തിരിക്കുന്നത്. തങ്ങൾക്ക് പരിപാടി നടത്താനുള്ള എല്ലാ അനുമതിയും ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള അനുമതികളും എടുത്തതിന് പിന്നാലെയാണ് ഈ പരിപാടി നിശ്ചയിച്ചത്. എന്നാൽ ഈ സന്യാസ സമൂഹം ഇത്തരത്തിൽ നിലപാടെടുത്തപ്പോൾ ഈ മധുര എന്ന പ്രദേശത്തിന്റെ, മധുര എന്ന നഗരത്തിന്റെ സാംസ്കാരിക പൈതൃകം അടക്കമുള്ള കാര്യങ്ങളെ മാനിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പരിപാടി വേണ്ട എന്ന് വെക്കുകയാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ക്രിസ്മസ് ദിനത്തിനും മധുര അടക്കമുള്ള ഇടങ്ങളിൽ ഈ ക്രിസ്മസ് ആഘോഷം നടത്തുന്നതിനെതിരെ വലിയ വിമർശനം ഉയരുകയും പിന്നീട് അത്തരത്തിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികളൊക്കെ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് സണ്ണി ലിയോൺ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കണം, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കും. എന്റെ സുഹൃത്തുക്കളെ, സണ്ണി ലിയോൺ പങ്കെടുക്കുന്നുണ്ട് ഒരു രീതിക്ക് വേണമെങ്കിൽ സണ്ണി ലിയോണിനെ ഒഴിവാക്കാം, എന്നിട്ട് ആ പ്രോഗ്രാം അവിടെ നടത്താം. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സണ്ണി ലിയോനെ ഒഴിവാക്കുക മാത്രമല്ല, ആ പ്രോഗ്രാം തന്നെ ക്യാൻസലാക്കിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാണ്? പാവം അവിടെ ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരുന്ന പാവം UP-ക്കാരുടെ കാര്യങ്ങളൊക്കെ മുഞ്ചി പോയി. നമ്പർ 1 ആയിട്ട് മുഞ്ചി. ക്രിസ്മസ് തന്നെ അവിടെ പോയി കഴിഞ്ഞ തവണ ഉണ്ടായിട്ടില്ല, അതാ ഇത്തവണ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒപ്പം ന്യൂ ഇയറും ഇല്ലാണ്ടായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സണ്ണി ലിയോൺ ആശംസകൾ. ബൈ.